Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 63. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കാലത്ത് മുഖത്താരോ വെള്ളം തെളിച്ചപ്പോഴാണ് വിശ്വൻ ഉറക്കം ഞെട്ടി ഉണർന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോ കിച്ചൂട്ടൻ കിടക്കയിലിരുന്ന് വലിയ ഗൗരവത്തിൽ ബസ് ഓടിക്കുന്ന തിരക്കിലാണ്. തന്റെ മുഖം നനച്ചത് ആ കുറുമ്പന്റെ വായിലെ വെള്ളമാണെന്ന് മനസ്സിലായതും വിശ്വൻ ഒരു ചിരിയോടെ എഴുന്നേറ്റിരുന്നു. ഈടെ കള്ള, കാലത്ത് നീ എന്നെ തുപ്പലുകൊണ്ട് കുളിപ്പിക്കുവാന്നോടാ. അത് കേട്ട് അവൻ ഉള്ള പല്ലൊക്കെ കാട്ടി നല്ലൊരു ചിരി പാസ്സാക്കിയിട്ട് വിശ്വന് നേരെ കൈകൾ നീട്ടി. എടുക്കാനാണ്. അവനെയും എടുത്തുകൊണ്ട് വിശ്വൻ വാഷ്റൂമിലേക്ക് കയറി. നീ പല്ല് തേച്ചോ? ബ്രഷിലേക്ക് പേസ്റ്റ് തേക്കുന്നതിനിടയിൽ വിശ്വൻ ചോദിച്ചു. ആ. കിച്ചൂട്ടൻ തലകുലുക്കി. പല്ല് ബ്രഷ് ചെയ്ത് മുഖം ഒന്ന് കഴുകി തുടച്ചിട്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നിന്റെ അമ്മയോ അമ്മയോ ഒക്കെ എവിടെ പോയടാ? അവൻ ഉമ്മറത്തേക്ക് കൈ ചൂണ്ടി. അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അടുക്കളയിൽ നിന്നും സംസാരം കേട്ടു. കൂട്ടത്തിൽ അമ്മ പറഞ്ഞ എന്തോ കാര്യം കേട്ടുള്ള രശ്മികയുടെ നേർത്ത ചിരിയും. നിന്റെ അമ്മ ചിരിക്കുകയൊക്കെ ചെയ്യൂടാ? വിശ്വൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതിനും അവൻ തോളത്തിരുന്നു കൊണ്ട് അച്ഛനെ നോക്കി ചിരിച്ചു കാട്ടി. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരും പണിത്തിരക്കിലാണ്. രശ്മിക നോൺ സ്റ്റിക് പാനിൽ അപ്പം പരത്തുന്നു. ശാരദാമ്മ തൊട്ടടുത്ത അടുപ്പിൽ മറ്റെന്തോ ചെയ്യുന്നുണ്ട്. നല്ല ഒന്നാന്തരം കടലക്കറിയുടെ മണം അവിടെ മാകെ പരക്കുന്നു. മേ ഈ ചുട്ടന്റെ വിളി കേട്ട് രണ്ടുപേരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. വിശ്വനെ കണ്ടതും പിടിച്ചു കെട്ടിയതുപോലെ രശ്മികയുടെ ചിരി പെട്ടെന്ന് നിന്നു. അവൾ വീണ്ടും പഴയതുപോലെ മുഖം കുനിച്ചു. പതിവില്ലാതെ മകന്റെ മുഖം കാലത്ത് തന്നെ അടുക്കളയിൽ കണ്ടതിന്റെ ആശ്ചര്യം ശാരദാമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. അതോടൊപ്പം അതിര് വിട്ടൊരു വല്ലാത്ത കള്ളച്ചിരിയും. അവൻ പുരികങ്ങൾ ചുളിച്ച് അമ്മയെ നോക്കി. മോളെ, നീ ആ ചായ എടുത്ത് അവനങ്ങ് കൊടുത്തേ. ശാരദാമ്മ നിർദ്ദേശം നൽകി. അമ്മ പറഞ്ഞത് കേട്ട് രശ്മിക വിശ്വനെ ഒന്ന് പാളി നോക്കിയിട്ട് ചായ എടുക്കാൻ പോയി. സ്ട്രാറ്റജിക് മൂവ്, വിശ്വൻ മനസ്സിൽ പറഞ്ഞു. കൊള്ളാം, നടക്കട്ടെ. തിരികെ നടന്ന് ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ചൂടുചായയുമായി രശ്മിക പിന്നാലെ വന്നിരുന്നു. ചിരിക്കുന്നത് കേട്ടല്ലോ, എന്ത് തമാശയാ അമ്മ പറഞ്ഞത്. കിച്ചൂട്ടനെ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് ഇരുത്തിയിട്ട് ചായ കയ്യിലേക്ക് വാങ്ങുന്നതിനിടയിൽ വിശ്വൻ ചോദിച്ചു. അത് കേട്ടതും നേരത്തെ ഒരു ചിരി അവരുടെ ചുണ്ടുകളിൽ തെളിഞ്ഞെങ്കിലും അതപ്പോൾ തന്നെ അങ്ങ് മാഞ്ഞുപോയി. ഡാ കിച്ചൂട്ട, നിന്റെ അമ്മ എന്ത് ചോദിച്ചാലും മിണ്ടത്തില്ലേ? വിശ്വൻ കിച്ചൂട്ടനോട് ചോദിച്ചു. അവൻ അച്ഛനെ നോക്കി വലിയ കാര്യത്തിൽ പറഞ്ഞു. ആ മിണ്ടും, കിച്ചൂട്ടിന്റെ വക്ക് പയ്യും. ആഹാ, എന്റെ കിച്ചൂട്ടിനെ വഴക്ക് പറയുന്നു, കൊള്ളാലോ. ഇനി അമ്മ വഴക്ക് പറയാന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ. അമ്മയ്ക്ക് അച്ഛൻ നല്ല അടി കൊടുക്കാം. വേണ്ട, അമ്മ പാവല്ലേ. കിച്ചൂട്ടൻ അമ്മയുടെ ഭാഗം ചേർന്നു. ഓക്കെ, എന്നാ വിട്ടേക്കല്ലേ. അച്ഛനും മോനും തമ്മിലുള്ള ആ കൊഞ്ചിക്കൽ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു രശ്മിക. കിച്ചൂട്ടൻ ഒരാളോട് ഇതുപോലെയൊക്കെ ഇത്രയും അടുപ്പത്തിൽ സംസാരിക്കുന്നത് അവളും ആദ്യമായി കാണുകയായിരുന്നു. കിച്ചൂട്ടൻ എടുത്തോ, ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം. ഭക്ഷണം എടുത്തു വെച്ചോളൂ കേട്ടോ. മീഡിയക്കാരും പോലീസുകാരും ഒക്കെ ചിലപ്പോൾ കാലത്ത് തന്നെ ഇങ്ങോട്ട് വരും, വിശ്വൻ അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് അവൾ കിച്ചുവിനെ എടുത്ത് ഒക്കത്തേക്ക് വെച്ചു. അവന്റെ കവിളിലൊന്ന് കിള്ളി മുറിയുടെ നേർക്ക് നടന്ന വിശ്വന്റെ ദേഹം അവളിൽ മെല്ലെ ഒന്ന് ഉരിഞ്ഞപ്പോ അടി തെറ്റിയതുപോലെ അവളും ഒന്ന് ഉലഞ്ഞുപോയി. അപ്പവും കടലക്കറിയും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുൻവശത്ത് ഒരു ബൊലേറോ വന്ന് നിന്ന ശബ്ദം കേട്ടത്. ഓ, പോലീസുകാര് കാലത്ത് ഇങ്ങ് എത്തിയോ? നീ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി, ഇരുന്നേ. എഴുന്നേൽക്കാൻ പോയ വിശ്വനെ ശാരദാമ്മ അവിടെ പിടിച്ചിരുത്തി. ഡൈനിങ് ടേബിളിലിരുന്ന കിച്ചൂട്ടൻ ശാരദാമ്മയെ ഗൗരവത്തിൽ അനുകരിച്ചു. അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി വീട്ടിനുള്ളിലേക്ക് കയറി വന്നത് ദേവനായിരുന്നു. ഒരു വെളുത്ത മുണ്ടും കാഷ്വൽ ഷർട്ടും ധരിച്ച് മുഖം നിറയെ ചിരിയുമായി അകത്തേക്ക് കയറി വന്നവനെ കണ്ട് വിശ്വന്റെയും ശാരദാമ്മയുടെയും മുഖങ്ങളിൽ അത്ഭുതം നിറഞ്ഞു. എന്താടാ ഒരു വല്ലാത്ത ചിരി? വിശ്വൻ ചോദിച്ചു. ചോദ്യം കേട്ട് അവൻ ഒന്നുകൂടി വിശാലമായി ചിരിച്ചു. പറയാം മോനെ. കസേരയിലേക്ക് ഇരുന്നിട്ട് അവൻ ആദ്യം നോക്കിയത് അടുക്കളവാതിൽ ചാരി നിൽക്കുന്ന രശ്മികയാണ്. ആഹാ, ഇവിടെ അങ്ങ് ഉറപ്പിച്ചോ? അവന്റെ ചോദ്യം കേട്ട് രശ്മിക ചിരിച്ചില്ലേ എന്ന മട്ടിൽ ചൂണ്ടുകൾ വിടർത്തിയപ്പോ ശാരദാമ്മയാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. ഉറപ്പിക്കാനുള്ള തീരുമാനം ഞങ്ങൾ അങ്ങ് എടുത്തു. ആ, എന്നാലേ അതുപോലെ ഉറപ്പിച്ച മറ്റൊരു കാര്യം പറയാനാ ഞാൻ കാലത്തെ ഇങ്ങോട്ട് ഓടി വന്നത്, ദേവൻ ആവേശത്തോടെ പറഞ്ഞു. എന്തേ, നിന്റെയും ഗൗരിയുടെ വിവാഹത്തിന് അമ്മ സമ്മതിച്ചോ? വിശ്വൻ ചോദിച്ചു. അത് തന്നെ.
ചിരിച്ചുകൊണ്ട് ദേവനും തലകുലുക്കി. ഇതിനും മാത്രം നീ ഇന്നലെ എന്തോ അവിടെ പോയി കാണിച്ചു കൂട്ടിയത്? ഡൈനിങ് ടേബിളിന്റെ മുകളിലിരുന്ന് വാതുറക്കുന്ന കിച്ചുട്ടന്റെ വായിലേക്ക് അപ്പം വെച്ചു കൊടുത്തുകൊണ്ടായിരുന്നു വിശ്വനത് ചോദിച്ചത്. ഞാനല്ലടാ, ഗൗരിയുടെ വകയായിരുന്നു ആക്ഷനും വർക്കും ഒക്കെ. ഞാൻ ചുമ്മാ നിന്ന് കൊടുത്തന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഗുരുവായൂർ പോരുന്ന നീലുവും ശ്രീജനും കൂടെ തിരികെ എത്തി. അവരും കൂടി കൂടിയതോടെ സംഗതി സക്സസ്. പോരാത്തതിന് ഇപ്പൊ വേറൊരുത്തി കൂടെ ഉണ്ടല്ലോ അവിടെ, ആ വൈശാഖി. ആഹാ, എന്താ ഒരു ഇളി. അപ്പോ എന്നാ വിവാഹം? വിശ്വൻ ചിരിയോടെ അന്വേഷിച്ചു. ഇന്ന്. വിശ്വം മാത്രമല്ല, ശാരദാമ്മയും രശ്മികയും ഒന്നിച്ചു ഞെട്ടി. അതേടാ മോനെ, അമ്മ സമ്മതിച്ചതുകൊണ്ടേ കാലത്ത് തന്നെ ഞാനും ശ്രീജനും കൂടെ പോയി തൃക്കേട്ടെ കൃഷ്ണേട്ടനെ കൊണ്ട് സമയം ഒന്ന് നോക്കിച്ചതാ. ഞങ്ങളുടെ ജാതകം വെച്ച് ഇന്ന് 11:30ക്കും 12 ഇടയിൽ ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കൊല്ലം വിവാഹം നടത്താൻ പറ്റില്ലെന്ന്. എന്നിട്ട് ഇന്ന് തന്നെ അങ്ങ് നടത്താൻ പോവുകയെന്നോ? വിശ്വന് അത് വിശ്വസിക്കാനായില്ല. പിന്നെ അല്ലാതെ എന്റെ അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് എപ്പോഴാ ഇനി അഭിപ്രായം മാറുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഞങ്ങളങ്ങ് മുതലാക്കുക മോനെ. അവന്റെ പറച്ചിൽ കേട്ട് രശ്മികയ്ക്കും ചിരി വന്നു. ഈ ചൂട്ടൻ മാത്രം കാര്യം മനസ്സിലാവാതെ ചിരിക്കുന്ന മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. അപ്പോ ഔദ്യോഗികമായി അങ്ങ് ക്ഷണിക്കുക. കൊറ്റങ്കാവ് ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് 11:30ക്കും 12നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കല്ലാട്ട ദേവനന്ദനും ആര്യകത്തെ ശ്രീഗൗരിയും തമ്മിൽ വിവാഹിതരാകുകയാണ്. നിങ്ങൾ കുടുംബസമേതം എത്തി വധൂവരന്മാരെ അനുഗ്രഹിക്കുക. എന്നിട്ടവൻ രശ്മികയുടെ നേരെ തിരിഞ്ഞു. കുടുംബസമേതം എന്ന് ഉദ്ദേശിച്ചത് തന്നെയും കൂട്ടിയാ കേട്ടോ, വന്നേക്കണം. കിച്ചോ മന്നന്റെ ബാക്കിയൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാവരും കൂടി എവിടെയോ പോവുകയാണെന്ന കാര്യം അവന് മനസ്സിലായി. പിന്നെന്താ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം? പഴയ പരസ്യത്തിലെ വാചകം പറഞ്ഞുകൊണ്ട് ദേവൻ അവന്റെ കവിളിൽ കിള്ളി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമ്മുടെ ശ്രീപൂർണ കാറ്ററിങ്ങിനോട് പറഞ്ഞ് അവിടുത്തെ ഹാളിൽ ചെറിയൊരു സദ്യ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. പെട്ടെന്നാണ് തീരുമാനിച്ചതെങ്കിലും ബന്ധുക്കൾ ഉൾപ്പെടെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടാകും. പോകാനായി ദേവൻ എഴുന്നേൽക്കുമ്പോഴാണ് മറ്റൊരാൾ അങ്ങോട്ടേക്ക് കയറി വന്നത്. കരുണേട്ടന്റെ ഹോട്ടലിലെ സ്ഥിരം കുറ്റിയായ വാസുപിള്ളയുടെ ഭാര്യ കാർത്തിയായനി. അവരെ കണ്ടതും വിശ്വന്റെ മുഖം കറുത്തു. നാട് മുഴുവൻ പരദൂഷണവും പാഷാണവും പറഞ്ഞു നടക്കുന്ന അവരെ വിശ്വന് പണ്ടേ ഇഷ്ടമല്ല എന്നറിയാവുന്ന ശാരദാമ്മയ്ക്കും വേവലാതിയായി. വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന തനി സ്വഭാവം അവൻ പുറത്തെടുത്താലോ എന്ന് പേടിച്ചിട്ടെന്നോണം ശാരദാമ്മ വേഗം മുന്നിലേക്ക് കയറി ചെന്നു. എന്നാൽ കാർത്തിയായനിയുടെ നോട്ടം അടുക്കളവാതിലിൽ ചാരി നിൽക്കുന്ന രശ്മികയിലായിരുന്നു. ആഹാ, ഈ കൊച്ചിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാര് പറയുന്നത് ചുമ്മാതല്ല, അവരൊരു വഷളം ചിരിയോടെ പറഞ്ഞു. അതോടെ വിശ്വൻ കൈ കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവനവരെ തല്ലിയേക്കുമെന്ന് തോന്നിയതോടെ ദേവനും വേഗം ഇടയിലേക്ക് കയറി. നാട്ടുകാരെന്തു പറഞ്ഞെന്നാ കാർത്തിയാനി ചേച്ചി പറയുന്നേ? ദേവൻ ചോദിച്ചു. അവരുടെ ശബ്ദം ഒരു രഹസ്യം പറയുന്നത് പോലെ താഴ്ന്നു. ഡൈനിങ് ടേബിളിന്റെ മുകളിലിരിക്കുന്ന കിച്ചൂട്ടിന് നേരെ ചൂണ്ടിക്കൊണ്ടായിരുന്നു പറച്ചിൽ. ദേ, ആ കൊച്ചിന്റെ ശരിക്കുള്ള അച്ഛൻ വിശ്വനാണെന്നാ നാട്ടുകാരിപ്പോ പറയുന്നേ. ഇവരെ സ്വന്തമാക്കാൻ വേണ്ടി ഇവൻ തന്നെ ആ സജീവനെ കൊല്ലിച്ചതാണെന്നും ഒരു ശ്രുതിയുണ്ടേ. ഇനിയിപ്പോ ഇവിടെ ഒരു കൊലപാതകം നടക്കുമെന്നൊരു പേടി ശാരദാമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞു. എന്തു വേണമെന്നറിയാതെ രശ്മികയും വല്ലാതെ പകച്ചു നിൽക്കുന്നതിനിടയിലാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിശ്വം പൊട്ടിച്ചിരിച്ചത്. വിശ്വാസം വരാത്തതുപോലെ ദേവനും അവനെ കണ്ണും വിളിച്ചു നോക്കി. എന്നാലും കാർത്തിയാനി ചേച്ചി, നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കി? ചിരിച്ചും കൊണ്ട് വിശ്വൻ മുന്നോട്ട് ചെന്ന് കാർത്തിയാനി ചേച്ചിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവരുടെ കിളി പോയ അവസ്ഥയിലായിരുന്നു. ചേച്ചി ഇപ്പോ പറഞ്ഞതാ അതിന്റെ സത്യം. കിച്ചൂട്ടന്റെ ശരിക്കും അച്ഛനെ ഈ ഞാനും രശ്മികയും തമ്മിൽ പണ്ട് തൊട്ടേ ഇഷ്ടത്തിലായിരുന്നു. അതിനിടയിലാ ആ സജീവൻ കയറിയത്. അപ്പൊ പിന്നെ അവനെ കൊല്ലണ്ടേ? വിശ്വന്റെ കണ്ണുകളിലെ വല്ലാത്തൊരു തിളക്കവും ആ ചോദ്യവും കേട്ടതോടെ ഭയന്ന് ഉമിനീരിറക്കിക്കൊണ്ട് കാർത്തിയായനി അറിയാതെ തല കുലുക്കിപ്പോയി. വിശ്വൻ പോക്കറ്റിൽ നിന്നും 1000 രൂപയെടുത്ത് പുള്ളിക്കാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതിരിക്കട്ടെ ചേച്ചി, ഈ സത്യം കൊറ്റങ്കാവിലുള്ള മുഴുവൻ ആളുകളുടെയും ചെവിയിലേക്ക് ചേച്ചി ഇന്ന് തന്നെ എത്തിക്കണം. കൂട്ടത്തില് മറ്റൊന്നുകൂടി പറയണം. ഇന്ന് എന്റെയും ഈ രശ്മികയുടെയും വിവാഹമാണ്. കൊറ്റങ്കാവ് അമ്പലത്തിൽ വെച്ച് 11:30ക്കും 12നും മധ്യയുള്ള മുഹൂർത്തത്തില്. കീച്ചൂട്ടനൊഴികെ കേട്ടു നിന്ന് എല്ലാവരും കണ്ണും മിഴിച്ചു നിന്നു. എന്നാ പിന്നെ കാർത്തിയാനി ചേച്ചി ചെല്ല്, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിലെ ഹാളിൽ വെച്ച് സദ്യ ഉണ്ടാകും, ഉണ്ടിട്ട് വേണം പോകാൻ. വിശ്വൻ ചിരിയോടെ അവരെ ക്ഷണിച്ചു. ഓ, തല കുലുക്കിയിട്ട് ജീവനും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടതുപോലെ അവർ ഓടി ഇറങ്ങിപ്പോയി. എന്തോന്നാടേ ഇത്? ദേവൻ അന്തം വിട്ട് ചോദിച്ചു. ചോദ്യം കേട്ട് വിശ്വൻ ദേവനെ നോക്കി കണ്ണിറുക്കി. നിനക്ക് മാത്രം അങ്ങ് കെട്ടിയാ മതിയോ? ഇനി നോക്കി എന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ആ വണ്ടിയും എടുത്തുപോയി രശ്മികയുടെ അച്ഛനെയും അമ്മയെയും കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോരും. പുള്ളിയുടെ ബന്ധുക്കളുടെ വീടും അവിടെ അടുത്ത് തന്നെയാണല്ലോ.
പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വേഗം അമ്പലത്തിലേക്ക് പോരാൻ പറയും. ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ഇത് ശരിയാകില്ല ദേവ. ഇപ്പോൾ ഇറങ്ങിയതുപോലത്തെ വിഷങ്ങള് ഇനിയും ഈ നാട്ടിലുണ്ടാവും. വിശ്വന്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു. എന്നിട്ടവൻ ശാരദാമ്മയുടെ നേരെ തിരിഞ്ഞു. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാവാത്തതിന്റെ പകപ്പിലായിരുന്നു അവരെപ്പോഴും. അമ്മയെന്താ ഇങ്ങനെ ഇടിവിട്ടുകൊണ്ടതുപോലെ നിൽക്കുന്നേ? പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക്. ഞാൻ ആ ബ്യൂട്ടി പാർലർ വിളിച്ച് ആരോടെങ്കിലും ഇങ്ങോട്ട് വരാൻ പറയാം. എന്നിട്ടും അനങ്ങാതെ നിൽക്കുന്ന അമ്മയെ അവൻ സ്നേഹത്തോടെ ഒന്ന് പിടിച്ചു കുലുക്കി. ഹലോ ശാരദാമ്മേ, ബോധം പോയോ? അവരൊന്ന് ചിരിച്ചിട്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇപ്പോഴാടാ ശരിക്കും നീ നിന്റെ അച്ഛന്റെ മോനായത്. ശാരദാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഓ, പണ്ട് നിങ്ങളുടെ വിവാഹവും ഇതുപോലെ ഓർക്കാപ്പുറത്തായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവന് ഞാനായിട്ട് എന്തിനാ പാരമ്പര്യം തെറ്റിക്കുന്നത്? അവൻ ചിരിച്ചു. എടാ ദേവ, ഇങ്ങനെ നോക്കി നിൽക്കാതെ നീ വേഗം ചെല്ലേ. അതോ നിനക്ക് നീ വല്ലതും റെഡിയാക്കാനുണ്ടോ? എങ്കിലും ശ്രീജനെ വിട്ടാലും മതി. ഏയ്, ഞാൻ തന്നെ പോകാം, സമയമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൻ കാറിന്റെ ചാവിക്കായി കൈനീട്ടി. വിശ്വൻ കാറിന്റെ കീ എടുത്തു കൊടുത്തതും ദേവൻ അതും കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഓർക്കാപ്പുറത്ത് സംഭവിച്ച കാര്യങ്ങളുടെ പകപ്പിൽ നിന്നും ഉണരാതെ രശ്മിക അപ്പോഴും ആ വാതിലിൽ ചാരി നിൽപ്പായിരുന്നു. കിച്ചോട്ടനെയും എടുത്തുകൊണ്ട് വിശ്വൻ അവൾക്ക് നേരെ നടന്നു ചെന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്